ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് 4/10/2023 നടന്ന SSC CPO ഷിഫ്റ്റ് 2 മാത്സിലെ 50 ക്വസ്റ്റ്യനും ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ വാല്യൂ ഓഫ് 1 - tan a / 1 + അങ്ങനെയല്ല √1 - tan a / 1 + tan a യുടെ വാല്യൂ ചോദിച്ചത്. ഇവിടെ നമുക്ക് tan a നെ sin / cos എന്ന് എഴുതാം. അതായത് √1 - sin a / cos a / 1 + sin a / cos a ആണ്. ഇവിടെ LCM എടുക്കുമ്പോൾ എത്ര? cos a മുകളിൽ ന്യൂമറേറ്ററിനോട് LCM എടുക്കുമ്പോൾ cos a - sin a / cos a / cos a + sin a / cos a വരും. ഇവിടെ കോസയും വെട്ടിപ്പോയി. ഇവിടെ ബാക്കി എന്താ? cos a - sin a / cos a + sin a ആണ്. ഇപ്പോൾ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് cos a - sin a / cos a - sin a മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഡിനോമിനേറ്റർ തന്നെ ഓപ്പോസിറ്റ് സൈൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൽ മതി. ഇവിടെ cos a + sin a ആയതുകൊണ്ട് cos a - sin a ന്യൂമറേറ്ററിന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ? cos a - sin a ² ഇതെന്താ? a + b × a - b. അതായത് cos ² a - sin ² a വരും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്രയാണ്? a + b ² വെച്ച് ന്യൂമറേറ്റർ a - b ² വെച്ച് ന്യൂമറേറ്റർ എക്സ്പാൻഡ് ചെയ്താൽ മതി. അതായത് cos a² + sin a² - -2 × cos a sin a / cos a² - sin a² വരും. അപ്പോൾ ഇവിടെ ആൻസർ ആയി കഴിഞ്ഞത്. ഒന്നുകൂടെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ മതി. അതായത് cos ² a - sin ² a എന്താണ്? cos 2a യുടെ ഇക്വേഷനാണ് എന്ത്? cos ² a - sin ² a. cos 2a cos ² a + sin ² a എന്താണ്? അത് 1 ആണ്. sin ² a + cos ² a എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ ഫുള്ള് പോയിട്ട് എന്താണ്? ഇവിടെ 1 വരും. 1 - 2 sin a cos a sin a 1 - 2 sin a cos a / cos 2a എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഈ 2 sin a cos a എങ്ങനെ എഴുതാൻ പറ്റും? sin 2a എന്ന് എഴുതാൻ പറ്റും. അപ്പം ആൻസർ ആയി കഴിഞ്ഞു. ഇതാണ് ആൻസർ, ഓപ്ഷൻ 2. നമ്മളിപ്പോൾ ഉപയോഗിച്ച sin 2a യുടെ ഇക്വേഷനും cos 2a യുടെ ഇക്വേഷനും എന്താണ്? സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. sin 2a 2 sin a cos a എന്ന് എഴുതാൻ പറ്റും. അതുപോലെ cos 2a എന്താ? cos ² a - sin ² a എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എന്താ? 2 cos ² a - 1 എന്നോ, അല്ലെങ്കിൽ 1 - 2 sin ² a എന്ന് എഴുതാൻ പറ്റും. ഇത് മൂന്നും എന്താണ്? cos 2a യുടെ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? ഡയമീറ്റർ ഓഫ് എ സ്ഫിയർ ഈസ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ എത്ര ഉണ്ടായിരുന്നു? ഫൈനൽ എത്ര ഉണ്ടായിരുന്നു? ഇനിഷ്യൽ 4/3 πr³ ആണ് ഉണ്ടായിരുന്നത്. ഇനി ഇത് ഡയമീറ്റർ ഹാഫാക്കി. ഡയമീറ്റർ ഹാഫാക്കിയ റേഡിയസ് ഹാഫ് ആവും.
അപ്പോൾ 4/3 ഇൻറ്റു പൈന് വ്യത്യാസം വരില്ല, ആറിൻ്റെ വ്യത്യാസം എന്താ, 6/2 ഇൻറ്റു 6/2 ഇൻറ്റു 6/2 ആവും. ഇവിടെ എന്താ, ഇവിടെ 6 ഇൻറ്റു 6 ഇൻറ്റു 6, അതായത് 6 ഇൻറ്റു 6 ഇൻറ്റു 6 വരും. ഇവിടെ 4/3 കട്ട് ചെയ്ത് പോയി, പൈയും കട്ട് ചെയ്ത് പോയി. ഇവിടെ 6/2 വരും, അതെത്രയാ 6/8 വരും. ഇവിടെ 6 വരും. കമ്പയർ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം, ഇവിടെ 1 ഇങ്ങനെ വിചാരിച്ചാൽ മതി, 6 കട്ട് ചെയ്ത് പോയി. ഇവിടെ 1 ഉണ്ടായിരുന്നു, ഇവിടെ 1:8 ആയി. എത്രയും കുറഞ്ഞു, 8% കുറഞ്ഞു. റെഡ്യൂസ്ഡ് ബൈ 1/8 ഓഫ് ദ ഫോർമർ വോളിയം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഒരു മാർഗമുണ്ട്. ഇതിന് ഡിഫറൻസ് എടുക്കുക. HCF എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ 3888 100 കൂടെ കൂട്ടി എത്ര, 3988 വരും. 3988 വരും. ഇവിടെ എത്ര വേണ്ടുള്ളൂ, 3969 വേണ്ടുള്ളൂ. 3969 10 3979 വരും. 20 കൂട്ടിയാൽ പിന്നെ ഒരു 10 കൂടെ കൂട്ടിയാൽ എത്രയാണ്, 3989 വരും. പക്ഷെ നമുക്ക് 88 വേണ്ടുള്ളൂ. 100ൽ നിന്ന് 19 കുറച്ചാൽ മതി. എത്ര, 81 ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓപ്ഷൻ തന്നെ 81 കിടപ്പുണ്ട്. അത് തന്നെയാണ് HCF വരുന്നത്. വലിയ സംഖ്യകളുടെ HCF തരുവാണെങ്കിൽ എന്താ, അത് ജസ്റ്റ് ഡിഫറൻസ് എടുത്താൽ മതി. ഡിഫറൻസ് എടുക്കുമ്പോൾ ഡിഫറൻസിൻ്റെ ഫാക്ടർ ആയിരിക്കും അതിൻ്റെ HCF വരുന്നത്. ഡിഫറൻസോ അതിൻ്റെ ഫാക്ടേഴ്സോ ആയിരിക്കും അതിൻ്റെ HCF വരുന്നത്. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ദാറ്റ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 96, 108 ആൻഡ് 144 എത്ര വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ LCM അങ്ങ് എടുത്താൽ മതി. ഇതിൻ്റെ 3 96, 108 പിന്നെ 144. എനിക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇതെല്ലാം 12ൻ്റെ മൾട്ടിപ്പിൾ, അതായത് 12 ഇൻറ്റു 8 അല്ലേ. 12 8 ചെയ്യുമ്പോൾ 96 വരും. 12 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 108 വരും. അതുപോലെ 12 ഇൻറ്റു 12, അതായത് 12 സ്ക്വയർ 144 വരും. അപ്പം ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താ കുറവുള്ളത്, 12 കോമൺ ആയിട്ട് രണ്ടിടത്തുമുണ്ട്. അപ്പം 12 വേണ്ട, 12 ഇൻറ്റു 8 ഇൻറ്റു 9 ചെയ്താൽ അതിന് 2 LCM കിട്ടും. ഇനി ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര വരുന്നത്, രണ്ടിടത്തും 12 കോമൺ ഉണ്ട്. ഇനി 8ഉം 12 കൂടെ കമ്പയർ ചെയ്യുമ്പം അതിനകത്ത് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്ലൈ ഏതൊക്കെയാണ്, 8നെ 4 ഇൻറ്റു 2 എന്ന് എഴുതാം. അതുപോലെ 6 ഇൻറ്റു 2 എന്ന് എഴുതാം. 2 രണ്ടിടത്തും കോമൺ ഉണ്ട്, അതായത് 2 ഇൻറ്റു 2 എന്ന് എഴുതാം, 3 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇപ്പോൾ 2 രണ്ടിടത്ത് കോമൺ ഉണ്ട്. ഇനി ഇവിടെ ഈ 3 ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ, കാരണം വേണ്ട, ഓൾറെഡി ഇവിടെ 3 ഉണ്ട്. 9 ഇൻറ്റു 9ൽ ഓൾറെഡി 3 ഉണ്ട്. അപ്പോൾ ഇതും ചെയ്യണ്ട. അപ്പം 12 ഇൻറ്റു 8 ഇൻറ്റു 9 ചെയ്യുമ്പോൾ എത്രയാണ്, 8 9 72. അപ്പോൾ 12 ഇൻറ്റു 72 2 2 4 വരും. അപ്പം യൂണിറ്റ് ഡിജിറ്റ് 4 വരുന്നതാണ് ഫസ്റ്റാണ് ആൻസർ. യൂണിറ്റ് ഡിജിറ്റ് 4 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് 864. അത് തന്നെയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം 24, 280, 560 HCF കാണാൻ എന്താ ഓപ്ഷൻ ബൈ ഓപ്ഷൻ പോകുന്നതാണ് എളുപ്പം. ഈ ഓപ്ഷൻ ഫസ്റ്റ് എടുക്കുമ്പോൾ 30 എന്നുള്ളത് 8 3s 24 വരും. ഇത് 240 എന്നുള്ള കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. പക്ഷേ 280 560 പോകത്തില്ല. 3 കൊണ്ട് എന്താ പറയുക, 28 ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 56 ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് രണ്ടും പറ്റത്തില്ല. ഓപ്ഷൻ എ വരത്തില്ല. അപ്പം ഇനി 10 എടുക്കുവാണെങ്കിൽ 10 ഇതെല്ലാം ഡിവൈഡായി പോകും. അപ്പം അത് ആൻസർ വരാൻ ചാൻസ് ഉണ്ട്. ഇനി എന്താ, അടുത്ത് 20 നോക്കുമ്പോൾ 20 കൊണ്ടും ഇതെല്ലാം വെട്ടിപ്പോവും, ഡിവൈഡായി പോവും. 240ൻ്റെ പകുതി എടുത്താൽ മതി. എത്രയാണ്, ഇവിടെ 120 വരും. 280ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്രയാണ്, 140 വരും. 560ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്ര, 280 വരും. അപ്പോൾ അതും ഈസിയായിട്ട് ഡിവൈഡായി പോകും. 40 നോക്കുമ്പോൾ എത്ര, 24 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 28 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 56 എന്താണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര, 14 വരും. അപ്പം ഓപ്ഷൻ ബി സി ഡി ഇതെല്ലാം ഡിവൈഡായി പോകും. പക്ഷേ നമ്മുടെ ചോദിച്ചിരിക്കുന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് വരുന്ന ഏതാണ്, 40. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മൊബൈൽ ഫോൺസ് സോൾഡ് ബൈ സ്റ്റോർ ക്യൂ ഇൻ 2013 ആൻഡ് സ്റ്റോർ എസ് ഇൻ 2015 എന്ന് ചോദിച്ചിരുന്നു. ഈ സ്റ്റോർ ക്യൂവിൽ 2013 എത്രയാണ്, 198 വിറ്റു. 2013 സ്റ്റോർ ക്യൂവിൽ. സ്റ്റോർ എസ്സിൽ 2015 എത്രയാണ്,
205. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് എന്നുള്ള 7 ഓപ്ഷൻ സെക്കൻഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദ്യം തന്നെ, ഇൻ വിച്ച് ഇയർ ഡിഡ് കമ്പനി ക്യൂ പ്രൊഡ്യൂസസ് മോർ ഫാബ്രിക് ദാൻ കമ്പനി പി എന്നാണ് ചോദിച്ചത്. 2001 നോക്കുമ്പോൾ കമ്പനി ക്യൂ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല കൂടുതൽ. 2002 നോക്കുമ്പോൾ ഇവിടെ എന്താ 10 കൂടുതലാണ്. ഇത് 2002 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി 2003 നോക്കുമ്പോൾ എത്രയാണ്? കമ്പനി പി തന്നെയാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്, കമ്പനി ക്യൂ അല്ല. 2004 നോക്കുമ്പോൾ കമ്പനി പി തന്നെയാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. 2005 നോക്കുമ്പോൾ എത്രയാണ്? 35 കമ്പനി ക്യൂ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? 2002, 2005. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ഒരു കാറ് അത് 5 hours മൊത്തം ഓടിയത്. മൊത്തം ഓടിയ ആവറേജ് വന്നിട്ട് എത്ര? 73 km/h. ഇത് സ്പ്ലിറ്റ് ചെയ്ത് തന്നേക്കുക. മൊത്തം 5 മണിക്കൂറിൽ ആദ്യത്തെ 45 മിനിറ്റ് എന്താ ഓടിയ സ്പീഡ് എന്ന് പറയുന്നത് തന്നിട്ടില്ല. പിന്നെ അടുത്ത 75 മിനിറ്റ് ഓടിയ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 85 km/h. ലാസ്റ്റ് 3 hours എന്ന് പറയുന്നത് അത് എത്രയാണ്? അത് 70 km/h. മൊത്തം ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 73 km/h. അങ്ങനെയാണെങ്കിൽ ഈ 45 മിനിറ്റിൽ ഓടിയ സ്പീഡ് എത്രയാണെന്ന് നമ്മൾ ചോദിച്ചത്. ഇത്ര ഓടിയ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? സ്പീഡ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാം നമ്മൾ ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ലോട്ടാക്കാൻ പോകും. അതായത് സ്പീഡിൻ്റെ ഡിസ്റ്റൻസ് ചെയ്യുന്നത്. ഇവിടുത്തെ സ്പീഡ് നമുക്കറിയത്തില്ല, എക്സ് എന്ന് എടുത്തു. അപ്പം എക്സ് ഇൻറ്റു 45/60 ചെയ്യും. എല്ലായിടത്തും ഡിവൈഡ് ബൈ 60 ചെയ്യും. എന്തിനാണ്? കാരണം ഇതെല്ലാം മിനിറ്റിലാണ് തന്നേക്കുന്നത്. അതെല്ലാം നമുക്ക് മണിക്കൂറിൽ കേൾക്കണം. ഇവിടെ km/h, ഇവിടെ km/h. ആവറേജ് സ്പീഡ് തന്നേക്കുന്നത് km/h. അപ്പോൾ പെർ അവർ ആയതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് ഡിവൈഡ് ബൈ 60 ചെയ്യേണ്ടി വരും. ഇനി അടുത്ത എന്താ? അടുത്ത 85 km/h തന്നിട്ടുണ്ട്. അത് ഇൻറ്റു ഇത്ര 75 മിനിറ്റ്. അപ്പോൾ 75/60 പ്ലസ് 70 km/h തന്നിട്ടുണ്ട്. 70 km/h അത് 3 മണിക്കൂർ. അത് നമ്മൾ ഡിവൈഡ് ബൈ 60 ചെയ്യേണ്ട, കാരണം അത് 3 hours തന്നിട്ടുണ്ട്. ഈസിക്കൽ ടു ആവറേജ് സ്പീഡ് 73 തന്നിട്ടുണ്ട്. 73 × 5 ചെയ്തോളാം. ഇവിടെ സോൾവ് ഫോർ എക്സ് ചെയ്യണം. മുകളിൽ നിന്നാണ് ഞാൻ 15 കൊണ്ട് കിട്ടുക. അപ്പോൾ ഇവിടെ 15 3 45 14 15 4 60 വരും. 3/4 വരും. ഇവിടെ ഞാൻ മുകളിൽ നിന്നാണ് 5 കൊണ്ട് കിട്ടുമ്പോൾ എത്ര? 15 വരും. 12 വരും. ഇനി 3 കൊണ്ട് വെട്ടാൻ പറ്റും. ഇവിടെ 5 വരും. ഇവിടെ എത്രയാണ്? ഇവിടെ 4 വരും. ഇവിടെ 3x/4 വരും. 85 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 850 പകുതി എടുത്താൽ മതി. 425 വരും. 425/4 പ്ലസ് 210 ഈസിക്കൽ ടു 73 × 5 ചെയ്യണം. അത് എത്രയാണ്? 365 വരും. ഈ 365 210 പോയാൽ എത്ര? ഇതങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ ഈക്വൽ ടു 155 വരും. ഇനി 3x/4 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താ? 155 മൈനസ് 425/4 ചെയ്തോളാം. പിന്നെ LCM എടുക്കണം. അപ്പം 155 × 4 ചെയ്യുമ്പോൾ 620 വരും. 620 വരും. 620 മൈനസ് 425/4 വരും. ഈ 4 കട്ട് ചെയ്ത് പോയി. 620 നിന്ന് 425 പോയാൽ എത്രയാണ്? 195 വരും. അതായത് 3x എന്ന് പറയുന്നത് എത്രയാണ്? 195 എക്സ് ഈക്വൽ ടു 195/3. എത്ര? 60 വരും. 65 വരും. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ്. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് ഓഫ് ദ ആൽമണ്ട് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ബൈ 10%. 1/10 ആയിട്ട് കൂടി. അതായത് 10 എന്നൊക്കെയായിരുന്നു 11 പ്രൈസിൻ്റെ കൺസെപ്ഷൻ ചെയ്യുമ്പോഴാണ് എന്ത് എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്.
ഇത് എക്സ്പെൻഡിച്ചർ അതുപോലെ തന്നെ നിലനിർത്തണമെങ്കിൽ കൺസപ്ഷൻ എന്തുമാത്രം കുറയ്ക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10 എന്നുള്ളത് 11 ഇത് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ നിലനിർത്തണമെങ്കിൽ ഇത് തിരിച്ചു വരണം. 10 എന്നുള്ളത് 11 ആവണം. ഇത് തന്നെ നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് 110 ആവും, ഇവിടെ 110 ആവും. എക്സ്പെൻഡിച്ചറിന് യാതൊരു ചേഞ്ചില്ല. കൺസപ്ഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇത് ഇനിഷ്യൽ, ഇത് ഫൈനൽ. അപ്പോൾ കൺസപ്ഷൻ എത്രയാണ് കുറഞ്ഞേക്കുന്നത്? 1 കുറഞ്ഞു. എത്രയിൽ? 11ൽ. 1/11 വാല്യൂ എത്രയാണ്? 9 and 1/11 ആണ് ആൻസർ. പെർസെൻറ്റേജ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ കടക്കാരൻ എന്താ ചെയ്യുന്നത്? ഈ കടക്കാരൻ സെല്ലിംഗ് പ്രൈസ് 5670 രൂപയായി. ആഫ്റ്റർ ആഡിങ് 35% ഓഫ് പ്രോഫിറ്റ്. അങ്ങനെയല്ല, അതായത് 5670 രൂപയ്ക്ക് ഇയാൾ വിൽക്കുമ്പോഴല്ല മാർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് എത്രയാണ്? 35% പ്രോഫിറ്റ് കിട്ടുന്നതാണ് കോസ്റ്റ് പ്രൈസിൽ. പിന്നെ സിൻസ് ദ സെയിൽസ് വാസ് വെരി ലോ at this price level, he decided to sell this table with a profit of 12%. Find the new selling price എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇയാൾക്ക് 35% എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത് കോസ്റ്റ് പ്രൈസിൽ. അപ്പോൾ 35/100 ചെയ്യുമ്പോൾ എത്രയാണ്? മുകളിൽ തന്നെ ഞാൻ 5 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 7 വരും, ഇവിടെ 20 വരും. അതായത് കോസ്റ്റ് പ്രൈസ് 20 ആണെങ്കിൽ 7 രൂപ കുറച്ച് എത്രയാണ്? 13 രൂപയ്ക്ക് വിൽക്കുന്നതാണ്. കോസ്റ്റ് പ്രൈസ് ഇസ്റ്റു സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ വരുന്നത് എത്രയാണ്? 20 ആണെങ്കിൽ ഇവിടെ 20 7 കുറച്ച് 13. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും ചെയ്യണ്ട, കുറച്ചുകൂടി എളുപ്പവഴിയുണ്ട്. അതായത് നമുക്കിവിടെ തന്നേക്കുന്ന 135% വാല്യൂ ആണ് തന്നേക്കുന്നത്. 5670. 112ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? 5670 ഡിവൈഡ് ബൈ 135 ചെയ്താൽ മതി. അപ്പം 135 × 4 ചെയ്യുമ്പോൾ 540 വരും. ഇവിടെ 4 വന്നു, 540, 567, 540 പോയ എത്രയാണ്? 27 റിമൈൻഡർ. 27 റിമൈൻഡർ. ഇവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുത്തിട്ട് 270 ആക്കി കൊടുക്കുക. 270 എന്താ? 135ൻ്റെ ഇരട്ടിയാണ്. അപ്പം 42 തോന്നുന്നു. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 42 കിട്ടി. അങ്ങനെ 112ൻ്റെ വാല്യൂ എത്രയാണ്? 112 × 42 ചെയ്താൽ മതി. അപ്പോൾ 2 2 4 വരും. യൂണിറ്റ് ഡിജിറ്റ് 4 വരും. യൂണിറ്റ് ഡിജിറ്റ് 4 വരുന്നൊരു ഓപ്ഷനേ ഉള്ളൂ. അതെന്താണ്? 4704 ആണ്. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ടൈം ടേക്കൺ ടു ട്രാവൽ ദ സെയിം ഡിസ്റ്റൻസ് ബൈ 3 കാർസ് എന്ന് പറയുന്നത് തന്നേക്കുന്നത് 12:15:10 ആണ്. അങ്ങനെ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ദ 3 കാർസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പീഡ് ഈസിക്കൽ ടു എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. അവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റാണ്. ഈ ടൈമിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? 12:15:10. സ്പീഡിൻ്റെ റേഷ്യോ വരുന്നത് ഇതിൻ്റെ നേരെ ഇൻവേഴ്സ് ആയിട്ട് വരും. അതായത് എന്താ? 1/12 1/15 1/10. ഈ 1/12 1/15 1/10 മാറ്റാൻ എന്താ? ഈ ഡിനോമിനേറ്ററിൽ LCM എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മതി. കാണുമ്പോൾ തന്നെ അറിയാം LCM എന്താണ്? 60 വരുന്നത്. എല്ലാത്തിനും 60 കൊണ്ട് മൾട്ടിപ്ലൈ. 60/12 60/15 60/10. 12 5 60 വരും, 15 4 60 വരും, ഇത് 6 വരും. 5:4:6 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 2 സൈഡ് തന്നിട്ടുണ്ട്, അതിനിടയ്ക്കത്തെ ആംഗിൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഇത് AB സൈഡുണ്ട്, അതിനിടയ്ക്കത്തെ ആംഗിൾ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ 1/2 × AB sin θ ചെയ്താൽ മതി. ഇതെന്താണ്? സൈൻ റൂൾ എന്ന് പറയും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1/2 × 4 × 5 × sin of 45 എത്രയാണ്? 1/√2 വരും. 2 4 വെട്ടിപ്പോയിട്ട് ഇവിടെ 2 വന്നു. ഞാനിവിടെ ഈ 2നെ √2 × √2 എന്ന് എഴുതി. എന്നാൽ 2 × 2 വെട്ടിപ്പോയി. അപ്പോൾ എന്താ? ഒരു 5ഉം ഒരു √2 വരും. 5√2 ആണ് ആൻസർ. ഓപ്ഷൻ 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ? ഈ ഷോപ്പ് കീപ്പർ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട്
അയാൾക്ക് എന്താണ് 30% ലാഭം കിട്ടും. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. അതായത് ഇയാളെന്താ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ 30% ലാഭവും കിട്ടുന്നുണ്ട് അതിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കോസ്റ്റ് പ്രൈസ് തന്നിട്ട് 450 രൂപ. അപ്പോൾ 10% എന്നുള്ള എങ്ങനെ എഴുതാൻ പറ്റും? 1/10 എന്ന് എഴുതാൻ പറ്റും. ഇത് മാർക്കറ്റ് പ്രൈസ്, ഇത് ഡിസ്കൗണ്ട് അലോട്ട്. അപ്പം 10 രൂപ മാർക്ക് ചെയ്തിട്ട് 1 രൂപ കുറച്ച് 9 രൂപയ്ക്ക് വിറ്റു. അതാണ് അതിനർത്ഥം. ഈ 30% ഇങ്ങനെ എഴുതാൻ പറ്റും. 30/100 എന്ന് എഴുതാൻ പറ്റും. അതായത് 10 രൂപയുടെ സാധനം എന്താണ് 3 രൂപ കൂട്ടി വിറ്റു. അതായത് കോസ്റ്റ് പ്രൈസ് 10 രൂപയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഇസ്റ്റു സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 10 രൂപയുടെ സാധനം 3 രൂപ കൂട്ടി 13 രൂപയ്ക്ക് വിറ്റു. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും സെല്ലിംഗ് പ്രൈസിന് 2 വാല്യൂ ഉണ്ട്, 9 ഉണ്ട് 13 ഉണ്ട്. അത് 2 സെയിം ആകണം. അപ്പോൾ 9നും 13നും കൂടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 119 വരും. 19 അല്ല 117 വരും. ഇനി ഞാൻ ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്കിവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം ഇത് രണ്ടും റേഷ്യോയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇവിടെ 90 വരും. ഞാനിവിടെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എനിക്കിവിടെ എന്തായാലും 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇവിടെ 130 വരും. അതായത് ഇതിനർത്ഥം എന്താ? 130 രൂപ മാർക്ക് പ്രൈസ് ഉള്ള സാധനം, അങ്ങനെയല്ല 90 രൂപയുടെ സാധനം എന്താ? 90 രൂപയുടെ സാധനം 130 രൂപ മാർക്ക് ചെയ്തിട്ട് 117 രൂപയ്ക്ക് വിറ്റു. ഈ 90 യൂണിറ്റിൻ്റെ വിലയാണ് തന്നേക്കുന്നത് 450 എന്ന്. അപ്പം 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 5 ചെയ്യുമ്പോഴാണ് 45 വരുന്നത്. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണ് നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? മാർക്ക് പ്രൈസാണ് ചോദിച്ചേക്കുന്നത്. 130 യൂണിറ്റിൻ്റെ വാല്യൂ ചോദിച്ചേക്കുന്നത്. 130 × 5 ചെയ്താൽ ആൻസർ കിട്ടും. 3 ചെയ്യുമ്പോൾ 65 വരും. 650 ആൻസർ. ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 4th പ്രൊപ്പോർഷൻ നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് 0.3, 0.8, 0.108 x എന്ന് എടുത്തോളാം. 4th പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ പറഞ്ഞത്? ഏറ്റവും അകത്തുള്ള 2 സംഭവം മൾട്ടിപ്ലൈ ചെയ്യുക, പുറത്തുള്ള 2 സംഭവം മൾട്ടിപ്ലൈ ചെയ്യുക, ഇടയ്ക്ക് ഈക്വൽ ടു ഇടുക. അതായത് 0.3 x എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എത്ര? 0.8 ഇൻറ്റു 0.108 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര? 0.8 ഇൻറ്റു 0.108 ഡിവൈഡഡ് ബൈ 0.3 ചെയ്താൽ മതി. ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ഈ പോയിൻ്റ് മാറ്റാൻ എല്ലാത്തിനും ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 800 വരും ഇൻറ്റു 108/300 വരും. 0 വെട്ടിപ്പോയി, 108ഉം 3 കൂടെ വെട്ടിപ്പോയി എത്ര? 36 വരും. 36 ഇൻറ്റു 8 ചെയ്താൽ മതി. അപ്പോൾ 6 8 48, 4 റിമൈൻഡർ 18, 24 + 4 എന്ന് പറഞ്ഞാൽ 28 വരും. 288 വരും. നമ്മൾ എല്ലാ സംഖ്യേനും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു. അപ്പം ആൻസർ കിട്ടുമ്പോൾ ജസ്റ്റ് അതുകൊണ്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ എത്രയാണ്? 0.288 വരും. ഇതാണ് ആൻസർ. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചെയ്യാൻ എളുപ്പത്തിന് ഇതെന്താണ്? ഇതെല്ലാം സെയിം ആണ്. ഇവിടെ എന്താ? എല്ലാം സെയിം ആണ്. അപ്പോൾ എനിക്ക് a³ - b³ എന്ന് എഴുതി കൂടെ? ഡിവൈഡ് ബൈ ഇതെന്താ? a² + b² + ab ആണ്. ഇനി എന്താണ്? a³ - b³ എക്സ്പാൻഷൻ എന്താ വരുന്നത്? a + b ഇൻറ്റു ഇവിടെ ഒരബദ്ധം പറ്റി. അതായത് a³ - b³ വാല്യൂ എന്ന് പറഞ്ഞാൽ a - b ഇൻറ്റു a² + b² + ab ആണ്. അപ്പം ഞാൻ ഇതിന് പകരം ന്യൂമറേറ്ററിൽ ഇതിട്ട് കൊടുക്കുക. അതായത് a - b ഇൻറ്റു a² + b² + ab എന്നിട്ട് കൊടുക്കുക. ഡിവൈഡ് ബൈ a² + b² + ab വന്നു. അപ്പോൾ ഇവിടെ എന്താ? ഇതും വെട്ടിപ്പോവും. a - b ചെയ്താൽ മതി. ഇവിടെ വാല്യൂ എത്ര? 3.25. 3.25 മൈനസ് ബിയുടെ വാല്യൂ 0.746.
3.254 ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ 14 ആവും. 14 നിന്ന് 6 പോയാൽ എത്ര? 8 വരും. അപ്പം ഇവിടെ എന്താ ഇത് 5 എന്ന് പറഞ്ഞാൽ 4 ആവും. 0 4 നിന്ന് 4 പോയാൽ 0 ആവും. അപ്പോൾ ഇവിടെ 12 ആവും. 12 നിന്ന് 7 പോയാൽ എത്ര? 5 വരും. പോയിന്റ് ഇട്ട് കൊടുത്തോളാം. ഇവിടെ 2 ആവും. 2.508. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു സ്ഥലക്കച്ചവടത്തിൽ ആദ്യത്തെ 2 പേര് മറിച്ച് വിറ്റപ്പോൾ ഇയാൾ ഓരോരുത്തർക്ക് 20%, 25% ലാഭം കിട്ടി. മൂന്നാമത്തെ ആൾ എത്രയൊരു ശതമാനത്തിനാണ് വിറ്റത്? അതെത്രയാണെന്ന് അറിയത്തില്ല. പക്ഷേ മൊത്തം എത്രയാണ്? മൊത്തം 65% ലാഭം കിട്ടി. മൊത്തം ട്രാൻസാക്ഷൻ 65% ലാഭം കിട്ടി. അങ്ങനെയാണ് മൂന്നാമത്തെ ആൾ എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് ചോദിച്ചത്. ആദ്യം എത്രയാണ്? 100 രൂപ സാധനം എക്സ് ആയിരുന്നു അതിൻ്റെ പറയും. 100 രൂപ ഉണ്ടായിരുന്നു. ആദ്യത്തെ ആൾ വിറ്റ് കഴിഞ്ഞപ്പം എത്രയാണ്? 120 ആയി. അതായത് 20% വിറ്റ് കഴിഞ്ഞപ്പം 120 ആയി. പിന്നെ 120 രൂപയുടെ 120ൻ്റെ 25%മാണ് അടുത്ത ആൾക്ക് കിട്ടുന്നത്. 120ൻ്റെ 25% എടുക്കുമ്പോൾ എത്രയാണ്? ഇത് 5 2 വരും. നമ്മൾ വെട്ടി പോകുമ്പോൾ എത്രയാണ്? ഇവിടെ 6 വരും. 6 30 കൂടുന്നത്. അപ്പം 120 30 കൂടി എത്രയാണ്? 150 ആവും. രണ്ടാമത്തെ ആളിന് ഇനി ഇയാൾ എത്ര? 25%. ഇയാൾ നമുക്കറിയത്തില്ല ഇയാൾ എത്ര ശതമാനത്തിനാണ് വിറ്റത്. പക്ഷെ മൊത്തം ചേഞ്ച് എത്രയാണ്? 65%. ഈ 100ൽ കൂടിയിട്ടുണ്ട്. ഈ 100ൽ മൊത്തം എത്ര? 65% കൂടിയിട്ടുണ്ട്. അപ്പം 165 ആയി. ഇയാൾ എത്ര ശതമാനത്തിനായിരിക്കും വിറ്റിട്ടുണ്ടാവുക? അതുകൂടി എളുപ്പമുണ്ട്. 165 നിന്ന് 150 പോയാൽ എത്രയാണ്? 15 കൂടി. എത്രയിൽ? 150 ഇൻറ്റു 100 ചെയ്ത് കൊടുക്കുക. 0 വെട്ടിപ്പോയി. 15/15 എന്ന് പറഞ്ഞാൽ 1 വരും. എത്രയാണ്? 10% ആൻസർ. അടുത്ത ഇയാൾ 10% ഇയാൾക്ക് ലാഭം കിട്ടിയത്. നമ്മൾ പറഞ്ഞുതരാം. അതായത് 100 രൂപയുടെ സാധനം ആദ്യത്തെ ആൾ വിറ്റ എത്ര? 20% ലാഭത്തിന്. അപ്പം 120 ആയി. ഇനി ആ 120 രൂപയുടെ സാധനം രണ്ടാമത്തെ ആൾ വിറ്റ എത്ര രൂപയ്ക്കാണ്? അത് 25% കൂട്ടിയാണ് വിറ്റ്. അപ്പം 120ൻ്റെ 25% എടുക്കുമ്പോൾ എത്രയാണ്? അത് 30 വരും. ആ 30 രൂപ 120ൻ്റെ കൂടെ ആ 30 രൂപ കൂട്ടിയാണ് 150 രൂപയ്ക്കാണ് അത് വിറ്റത്. ഇനി 150 രൂപയ്ക്ക് വാങ്ങിച്ചാണ് മൂന്നാമത്തെ ആൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അത് എത്ര ശതമാനത്തിനാണ് വിൽക്കുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഹോൾ ട്രാൻസാക്ഷനിൽ 65% ലാഭം ഉണ്ടായിരുന്നു മനസ്സിലായി തന്നിട്ടുണ്ട്. അപ്പം 100ൻ്റെ 65% എടുക്കുമ്പോൾ എത്രയാണ്? 65 തന്നെയാണ് വരുന്നത്. അപ്പം 165 രൂപയ്ക്കാണ് അയാൾ വിറ്റത്. 150ന് വാങ്ങിയിട്ട് 165ന് വിറ്റെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ലാഭം എത്രയായിരിക്കും? അതായത് 150 മൈനസ് അതായത് 165 മൈനസ് ആട്ടോ. 165 മൈനസ് 150 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100 ചെയ്താൽ മതി. 65 150 പോയാൽ എത്രയാണ്? 15 വരും. 15/150 ഇൻറ്റു 100. 0 കെട്ടിപ്പോയി. 15/15 എന്ന് പറഞ്ഞാൽ 1 വരും. 1 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10% വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സാമ്പിൾ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് റോക്ക് ഈസ് ദർ ഫേവർ സ്റ്റൈൽ ഓഫ് മ്യൂസിക് എന്നാണ് ചെയ്യുന്നത്. ഇവിടെ റോക്ക് ടൈപ്പ് ഓഫ് മ്യൂസിക് എല്ലാ ഏജ് ഗ്രൂപ്പിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എണ്ണം കിട്ടണമെങ്കിൽ എത്രയാണ്? 9, 7, 13 കൂടെ കൂട്ടണം. അപ്പോൾ എത്രയാണ്? 13, 7 കൂടെ കൂട്ടി 20, 29 വരും. 29 വരും റോക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ടോട്ടൽ ആളുകൾ എത്ര? 28, 32, 46. അതെല്ലാം കൂടെ കൂട്ടണം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 50, 28, 20, 30 കൂടെ കൂട്ടി 50 കിട്ടും. 58, 60, 60, 40, 100, 106 ടോട്ടൽ ഇവിടെ വരുന്നത്. അപ്പം 29/106 ഇൻറ്റു 100. വെട്ടിപ്പോകാനൊന്നുമില്ല, ഡിവൈഡ് ചെയ്യാമെന്നുള്ള രക്ഷയുള്ളൂ. അപ്പം ഇത് 290 ആക്കിക്കോളുക. 106ഉം
290 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് 106 എത്ര തവണ പോകും 2 തവണ പോകുള്ളൂ. അപ്പം ഇവിടെ എത്ര 212 വരും. 290 നിന്ന് 212 പോയാൽ എത്ര റിമൈൻഡർ 78 വരും. ഇവിടെ പോയിന്റ് കൊടുത്തോളാം, എന്നിട്ട് 780 ആക്കിയോളാം. ഇനി 106 × 7 ചെയ്യുമ്പോൾ എത്രയാണ് 700 × 7 × 100 ചെയ്യുമ്പോൾ 7 × 100 ചെയ്യുമ്പോൾ 700 വരും. ഇനി പ്ലസ് 6 × 7 കൂടെ വരും. 6 7 42. അപ്പം 742 വരുന്നത്. 7 അതായത് 106 × 7 ചെയ്യുമ്പോൾ ഇവിടെ 7 ഇട്ട് കൊടുത്തോളാം, 742 വരും. റിമൈൻഡർ എത്രയാണ് 38 വരും. 27 2.7 ഇൻറ്റു ഒരു 10 കൂടെ വരും. നമുക്ക് 27 പോയിൻറ്റ് സംതിങ് വരുന്നത് മനസ്സിലായി. ഓപ്ഷൻ 27 കൂട്ടി വരുന്നേ ഉള്ളൂ ഓപ്ഷനെ. അപ്പോൾ നമ്മൾ മുമ്പോട്ട് ചെയ്തു പോയി നോക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സമയം കളയാതെ. ഈ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് സിയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 8000 തന്നിട്ടുണ്ട്. ചോദ്യം എന്താ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് എബവ് പോവർട്ടി ലൈൻ ഇൻ സി സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചത്. മൊത്തം 8000 പേരുണ്ടെങ്കിൽ അതിനകത്ത് 20% പോവർട്ടി ലൈന് താഴെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20% എടുക്കുമ്പോൾ എത്രയാണ് 1600 വരും. അപ്പോൾ 8000ൻ്റെ ബാക്കി എത്രയാണ് 80% പോവർട്ടി ലൈൻ എത്ര 6400. ഈ എബവ് പോവർട്ടി ലൈനിലുള്ളവരുടെ റേഷ്യോ എത്രയാണ് 5:3 ആണ്. അതായത് 5:3 ആണ് മെയില് ഫീമെയില്. ഇവിടെ ഈ 5 3 കൂടെ കൂട്ടി എത്രയാണ് 8 കിട്ടും. 8 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 6400. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ് 800. അങ്ങനെയാണെങ്കിൽ ഈ 3ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ഉള്ളത് 3 × 800 ചെയ്താൽ മതി. അപ്പോൾ എത്ര 24 2400 ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ ഇത് 157 എന്നും 133 ബി എന്ന് എടുക്കുകയാണെങ്കിൽ എന്താ A² + AB + B² ആണ് ഡിവൈഡ് ബൈ A³ - B³ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. A³ - B³ എങ്ങനെ എഴുതാൻ പറ്റും A - B × A² + AB + B² എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എന്താ A³ - B³ പകരം ഇതങ്ങ് കൊടുക്കാം. അപ്പോൾ എത്ര A - B × A² + AB + B² എന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയായിരുന്നു. അത് ന്യൂമറേറ്ററിലാവുന്നതേ ഉള്ളൂ. ബാക്കി എത്ര 1/A - B വരും എന്ന് പറഞ്ഞാൽ 1/. അപ്പോൾ എക്ക് 157 ബിക്ക് 133 കൊടുത്തത്. അപ്പോൾ 157 133 പോയാൽ എത്രയാണ് 24 എന്ന് പറയും. 1/24 ആണ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദ്യം ചോദിച്ചിരുന്നത് സെൻട്രൽ ആംഗിൾ കറസ്പോണ്ടിങ് ടു സ്ലീപ്പിംഗ് ടൈം ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ഹോൾ സെൻട്രൽ ആംഗിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം തന്നേക്കുന്ന മണിക്കൂർ എത്രയാണ് സ്ലീപ്പിങ്ങിൻ്റെ 8 ആണ്. അതുപോലെ ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് 8 × 2 10 16 16 5 21 21 3 24 വരും. അപ്പം മൊത്തം മണിക്കൂർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. അതിനകത്ത് 8 മണിക്കൂർ കിടന്നുറങ്ങും. ഇൻറ്റു 100 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 3 × 24 വരും. 1/3യുടെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണ് 33.33 വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എത്രയാണ് 480 m². ഇഫ് ദ ലെങ്ത് ഈസ് 20% മോർ ദാൻ ദ ബ്രെത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20% എങ്ങനെ എഴുതാൻ പറ്റുന്നത് 20% 1/5 എന്ന് എഴുതാൻ പറ്റും. അതായത് ഈ ബ്രെത്ത് എന്നുള്ള 5 ആണെങ്കിൽ ലെങ്ത് എത്രയാണ് 5 1 6 വരും. അപ്പോൾ ലെങ്ത്തും ബ്രെത്തും തമ്മിലുള്ള റേഷ്യോ നമുക്കറിയാം. എത്രയാണ് 6:5. അപ്പോൾ നമ്മൾ 6K 5K എന്നിട്ടാൽ മതി. അതായത് 6K × 5K = എത്രയാണ് 480 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 6×5 30 K² എന്ന് പറഞ്ഞാൽ എത്രയാണ് 30 K² എന്ന് പറയുന്നത്
80. കെ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? 480 ഡിവൈഡഡ് ബൈ 30. ഇപ്പം 48/3 ചെയ്യുമ്പോൾ എത്രയാണ്? 16 വരും. കെയുടെ വാല്യൂ എത്രയാണ്? √16 4 വരും. ലെങ്ത്തിൻ്റെ വാല്യൂ കിട്ടാൻ എത്രയാണ്? കെയുടെ വാല്യൂ അറിയാം, 4 ആണ്. അപ്പോൾ 6 × 4 ചെയ്താൽ 6 4 24 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു, സെൻറ്റർ വിത്ത് O. ഇനി PQ ഒരു ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞത്. ഇത് P, ഇത് Q. ഇനി AB ഈസ് ദ കോഡ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞേക്കുന്നത്. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ക്യൂവിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ PQ തന്നിട്ടുണ്ട് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. QB തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് AB എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ PQ² എന്നാണ്. PQ² AQ × QB ആണ്. AQ × QB ആണ്. അപ്പോൾ PQ² വാല്യൂ എത്രയാണ്? 12. 12² 144 AQൻ്റെ വാല്യൂ നമുക്കറിയാം. QBയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? AQ QB ഇപ്പുറത്ത് വരുമ്പോൾ എത്ര? 8 ഇവിടെ വരും. അപ്പോൾ 144/8 ചെയ്യുമ്പോൾ എത്രയാണ്? 18 എന്ന് വരും. AQൻ്റെ വാല്യൂ 18 കിട്ടും. അതായത് AQൻ്റെ വാല്യൂ 18 ആണെന്ന് നമുക്കറിയാം, QBയുടെ വാല്യൂ 8 ആണെന്ന് അറിയാം. അപ്പോൾ ഈ QBയുടെ വാല്യൂ എന്ന് കുറച്ചാൽ എത്രയാണ്? ABയുടെ വാല്യൂ കിട്ടും, 10 എന്ന് കിട്ടും. ആൻസർ എത്രയാണ്? 10, ഓപ്ഷൻ 3. ഇതാ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും എത്ര? 8 km/h. ഡൗൺ സ്ട്രീം സ്പീഡ് 15 km. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അപ്സ്ട്രീം സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ 8ഉം ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയാണ്? ഡൗൺ സ്ട്രീം സ്പീഡ് 15. അപ്പം സ്പീഡ് ഓഫ് ദ ബോട്ട് കണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 8 + 15/2 ചെയ്യണം. അത് എത്രയാണ് എന്ന് പറഞ്ഞാൽ 23/2 ചെയ്യുമ്പോൾ എത്രയാണ്? 11.5 വരും. സ്പീഡ് ഓഫ് ദ ബോട്ട് കിട്ടി എത്രയാണ്? 11.5. ഓപ്ഷൻ നോക്കുമ്പോൾ 11.5 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇതാണ്, ബാക്കി ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഇനി സ്പീഡ് ഓഫ് ദ ബോട്ട്, സ്പീഡ് ഓഫ് ദ സ്ട്രീം കാണണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ? ഇത് തന്നെ തിരിച്ച് ചെയ്താൽ മതി. 15 - 8/2 ചെയ്താൽ മതി. അങ്ങനെയല്ല, 15 - 8 എത്ര? 7 കിട്ടും. 7/2 ചെയ്താൽ മതി. 3.5 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പർ ആദ്യം 28% കുറച്ചു, അത് കഴിഞ്ഞ് പിന്നെ 28% കൂട്ടി. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ സോ ഒബ്റ്റൈൻഡ് ഈസ് 784 ലെസ് ദാൻ ദ ഒറിജിനൽ നമ്പർ. ഫൈൻഡ് ഔട്ട് ദ ഒറിജിനൽ നമ്പർ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ A% ആദ്യം കൂട്ടി A% രണ്ടാമത് കുറച്ചെങ്കിൽ എന്താ സംഭവിക്കുന്നത്? A²/100 ആയിട്ടാണ് കുറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സക്സസീവ് ആഡ് ചെയ്താൽ മതി. A പ്ലസ് അല്ല, A - A × A/100 ആണ്. അപ്പം ഇതും കട്ട് ചെയ്ത് പോയി. ബാക്കി എത്ര? ഇതേ ഉള്ളൂ. അതാണ് എഴുതി വെച്ചത്. ഇവിടെ കുറയുന്നത് എത്ര? 28² കുറയുന്നത്. 28ൻ്റെ സ്ക്വയർ എത്ര? 784 എന്ന് വരും. 784/100 7.84 വരും. 7.84. ഇനി ഈ 7.84ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്രയാണ്? 784 എന്ന്. അപ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഇൻറ്റു എത്രയാണ്? 100 ചെയ്തപ്പോഴാണ് 784 കിട്ടിയത്. ഇവിടെ 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 100 എന്ന് കിട്ടും. ഇനി ഇപ്പം 100 യൂണിറ്റിൻ്റെ വാല്യൂ ഇൻറ്റു 100 ചെയ്താൽ മതി. 2 0 കൂടെ ആദ്യം കൊടുക്കുക. ഇതാണ് ആൻസർ, ഓപ്ഷൻ 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ മാത്തമാറ്റിക്സ് ഈസ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ഓൾ അതർ സബ്ജക്ട് ബൈ എന്ന് ചോദിച്ചത്. ഇവിടെ മാത്സിലെ എത്ര പേര് തോറ്റു? 27% പേര് തോറ്റു. ബാക്കിയെല്ലാ സബ്ജക്റ്റിലും കൂടെ തോറ്റ എത്ര പേരാ? അത് 100ൽ നിന്ന് 27 കുറച്ചാൽ മതി. അത്ര 73 അപ്പം ഈ 73% മൈനസ് 27%ത്തിൻ്റെ വാല്യൂ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? അത് 46%.
അപ്പം 350 പേരാണ് മൊത്തം തോറ്റത്. അപ്പം 350 46% കണ്ടുപിടിച്ചാൽ മതി, ആൻസർ കിട്ടും. 35 ഇത് എത്രയാണ്? 6 5 30, 6 3 18 +20 എത്രയാണ്? 38 വരും. 38 + 3 41 വരും. 1 എഴുതുക, 4 എഴുതുക. 4 3 12 +4 16 വരും. 1610 വരും. 1610 ÷ 10 ചെയ്ത് എത്രയാണ്? 169 വരും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ എന്താ ഏറ്റവും അകത്തെ ബ്രാക്കറ്റിൽ നിന്ന് തുടങ്ങണം. ഇത് തുടങ്ങണം. അതിനകത്ത് തന്നെ ഈ ഹൈഫൺ ഇട്ടതിന് പ്രയോറിറ്റി കൊടുക്കണം. 15 - 21 ചെയ്യുമ്പോൾ എത്രയാണ്? അത് -6 ആണ്. -6 -27 എന്ന് പറഞ്ഞാൽ +6 വരും. 27 + 6 എന്ന് പറയുന്നത് 33 വരും. ഏറ്റവും ബ്രാക്കറ്റിനകത്തുള്ള നമുക്ക് 33 വെച്ച് റീപ്ലേസ് ചെയ്യാം. അതായത് 19 ÷ 5 ഓഫ് 33 + 37 വരും. അടുത്ത പ്രയോറിറ്റി കൊടുക്കുന്നത് എത്രയാണ്? ഓഫിനാണ്. അതായത് ബോർഡ് മാസ് വെച്ച് നോക്കുമ്പോൾ ബ്രാക്കറ്റ് കഴിഞ്ഞ് പിന്നെ അടുത്ത ഓഫിനാണ് കൊടുക്കേണ്ടത്. അപ്പം 5 × 33 ചെയ്താൽ എത്രയാണ്? 165 വരും. അപ്പം 19 ÷ 165 + 37 വരും. LCM എടുക്കേണ്ട വരും. 165 × 37 ചെയ്താൽ എത്രയാണ്? 6105 വരും. അതായത് 19 + 6105 ÷ എത്രയാണ്? 6100 അല്ല / 165 വരും. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്രയാണ്? 6124 വരും. / 165 വരും. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് ഇൻക്രീസ്ഡ് ബൈ എത്രയാണ്? 30% ഫസ്റ്റ് ഇയർ. പിന്നെ എന്താ? ഡിക്രീസ്ഡ് ബൈ 20% സെക്കൻഡ് ഇയർ. ഇഫ് ആൻ ഇൻവെസ്റ്റർ ബോട്ട് 100 shares ഓഫ് ദ സ്റ്റോക്ക് ഫോർ 1000, ദെൻ വാട്ട് ഈസ് ദ ഫൈനൽ വാല്യൂ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആഫ്റ്റർ 2 years എന്നാണ് ചോദിച്ചത്. അപ്പം 100 ഷെയർ 1000 രൂപ വെച്ച് വാങ്ങിച്ചാൽ എത്രയാവും? അപ്പം ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? ഇത്രയും വരും. ഇനി 30% ഇൻക്രീസ് ചെയ്തു, 20% ഡിക്രീസ് ചെയ്തെങ്കിൽ നമ്മൾ സക്സീവ് എടുക്കുന്നത് എങ്ങനെയാണ്? 30 - 20 - 30 × 20 / 100. അപ്പം 30 - 20 ചെയ്യുമ്പോൾ എത്രയാണ്? 10% മൈനസ് 3 2 3 × 2 ചെയ്താൽ 6 വരും. 10 - 6 എന്ന് പറഞ്ഞാൽ 4%. ഇവിടെ 4ൻ്റെ പോസിറ്റീവ് വാല്യൂ കിട്ടിയാൽ നമുക്ക് എന്ത് മനസ്സിലായി? 4 കൂടുകയെന്ന് മനസ്സിലായി. അതായത് 104% ആവുക ചെയ്ത്. ഇത് രണ്ടും കൂടെ കൂട്ടി കുറച്ച് കഴിഞ്ഞപ്പം എഫക്റ്റീവായിട്ട് 4% കൂടുക ചെയ്തത്. 1,00,000ൻ്റെ 104% എടുത്താൽ മതി. അപ്പം എത്രയാണ്? 104 × 1000 വരും. എത്രയാണ്? 104 ഇട്ടിട്ട് 3 കൊടുക്കാൻ. ഓപ്ഷൻ കിട്ടി, പക്ഷെ 2 0 കൂടുതലാണ്. ഇൻവെസ്റ്റർ ബോട്ട് 100 ഷെയർ ഓഫ് സ്റ്റോക്സ് 1000 രൂപ. അതായത് 100 സ്റ്റോക്കിനും കൂടെ 1000 രൂപയേ ഉള്ളൂ. അതായത് ഞാൻ വിചാരിച്ചു ഒരു സ്റ്റോക്കിന് 1000 രൂപയാണ്. അപ്പോൾ ഇത് 1000 എടുത്താൽ മതി. മൊത്തം അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എത്ര? 1000 രൂപയാണ്. 1000ൻ്റെ 104% കൂടുന്നുള്ളൂ. ഈ 1000ൻ്റെ 104% കൂടുന്നത്. 100 വരും. ഇപ്പോൾ ഓക്കെ അല്ലേ? 4 × 10 ചെയ്യുമ്പോൾ 1040 കിട്ടും. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ? LCM തന്നിട്ടുണ്ട് എത്രയാണ്? 660 തന്നിട്ടുണ്ട്. HCF തന്നിട്ടുണ്ട് 5. ഒരു നമ്പർ തന്നിട്ട് 55. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് അതർ നമ്പർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ LCM × HCF എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. LCM തന്നിട്ടുണ്ട് 660 × HCF എത്രയാണ്? 5 = ഒരു നമ്പർ 55.
ഇൻറ്റു എക്സ്. എക്സ് കാണാൻ എന്താ, ഈ 55 ഇവിടെ കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 5ഉം 11ഉം കൂടെ വെട്ടിപ്പോയി, 5ഉം 55ഉം കൂടെ വെട്ടിപ്പോയി. 11 ഒന്നും 11 66 കൂടെ വെട്ടിപ്പോകുമ്പോൾ എത്രയാണ്? അപ്പോൾ ഇത് എത്രയാണ്? 11 ഇൻറ്റു 60 വരുമ്പോഴാണ് 660 വരുന്നത്. അപ്പം എക്സിൻ്റെ വാല്യൂ എത്ര? 60 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെമിസ്ഫിയറിക്കൽ കണ്ടെയ്നറിലാണ് മെഡിസിൻ ഉണ്ടാക്കുന്നത്. അത് 36 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. റേഡിയസ് അല്ല, ഡയമീറ്റർ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. അവിടെ ഉണ്ടാക്കിയ മെഡിസിൻ ചെറിയ ചെറിയ സിലിണ്ട്രിക്കൽ കണ്ടെയ്നറിലോട്ട് മാറ്റുക. അതിൻ്റെ എന്ന് പറഞ്ഞാൽ 6 സെൻറ്റിമീറ്ററാണ് ഡയമീറ്റർ, 6 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ എത്ര ബോട്ടിൽസ് വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ കോൺസെപ്റ്റ് എന്താ? 2/3 πr ക്യൂബാണ് വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ. അത് ഈക്വൽ ടു n ഇൻറ്റു n എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കുന്ന സാധനം എത്ര സിലിണ്ട്രിക്കൽ സംഭവം ഉണ്ടെന്ന്, ഇൻറ്റു πr² വരും. അത് ഒരു സിലിണ്ട്രിക്കൽ കണ്ടെയ്നറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 2/3 ഇൻറ്റു π ഇൻറ്റു r³ എത്രയാണ്? ഇത് നമുക്ക് തന്നേക്കുന്നത് 36 എന്ന് പറഞ്ഞെങ്കിൽ ഡയമീറ്ററാണ്. അപ്പം അതിൻ്റെ പകുതി എത്രയാണ്? 18 ഇൻറ്റു 18 ഈക്വൽ ടു n ഇൻറ്റു π ഇൻറ്റു, ഇനി ഈ ഡയമീറ്റർ തന്നേക്കുന്നത് 6 സെൻറ്റിമീറ്റർ, ഏത് സിലിണ്ടറിൻ്റെ. അപ്പോൾ ഇൻറ്റു 3 എടുത്താൽ മതി. 3 ഇൻറ്റു 3 ഇൻറ്റു h എത്രയാണ്? 6 എന്ന് തന്നേക്കുന്നത്. ഇവിടെ പയ്യും കട്ട് ചെയ്ത് പോയി. ഈ ഒരു 6ഉം 18 കൂടെ കട്ട് ചെയ്ത് പോയാൽ എത്രയാണ്? ബാക്കി ഇവിടെ 3 വരും. ഇവിടെ ഒരു 3യും ഈ 18 കൂടെ കട്ട് ചെയ്ത് പോയാൽ എത്രയാണ്? 6 വരും. ഈ 3യും കട്ട് ചെയ്ത് പോയി. ഈ 3യും ഈ 18 കൂടെ കട്ട് ചെയ്ത് പോയാൽ എത്രയാണ്? 6 വരും. ആൻസർ എത്രയാണ്? 6 ഇൻറ്റു 6 36 വരും. 36 ഇൻറ്റു 2 ചെയ്താൽ മതി. എത്ര? 72 എന്ന് വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ടോം ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 7 days എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജയ് ആദ്യ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 14 ദിവസം കൊണ്ട് തീർക്കും. ഹൗ ലോങ് വിൽ ദേ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക് ഇഫ് ബോത്ത് വർക്ക് ടുഗദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ LCM എത്ര? 7ൻ്റെ 14 LCM 14. അപ്പോൾ 14 ഡിവൈഡ് ബൈ 14 ചെയ്യുമ്പം ഇയാളുടെ എഫിഷ്യൻസി, ജെയുടെ എഫിഷ്യൻസി 1 വരും. ടിയുടെ എഫിഷ്യൻസി എത്ര? 2 വരും. ഇനി എത്ര? 14 ടോട്ടൽ ജോലിയുണ്ട്. ഇത് ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നത്. 2 3 എഫിഷ്യൻസി, അപ്പം 3 വരും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 3 4s are 12 വരും. ബാക്കി എത്ര? 2/3 വരും. ഇതാണ് ആൻസർ, സെക്കൻഡ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? 2 ട്രെയിന് 200 മീറ്ററും 250 മീറ്ററും റണ്ണിങ് ഓൺ പാരലൽ ട്രാക്സ് അറ്റ് ദ സ്പീഡ് ഓഫ് 68 കിലോമീറ്റർ ആൻഡ് 50 കിലോമീറ്റർ റെസ്പെക്റ്റീവ്ലി. ഇൻ ഹൗ മച്ച് ടൈം വിൽ ദേ ക്രോസ് ഈച്ച് അതർ ഇഫ് ദേ ആർ റണ്ണിങ് ഇൻ സെയിം ഡയറക്ഷൻ എന്ന് ചോദിച്ചിരിക്കും. തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? 200 250 കൂടെ കൂട്ടിയത് 450 എടുത്തോളൂ. 450 മീറ്റർ. ഇനി ഇത് സെയിം ഡയറക്ഷനിലാണ് ഓടുന്നത്. സെയിം ഡയറക്ഷൻ ഓടുന്ന പറയുമ്പം 68 50 കുറച്ചോളാം. അത് എത്രയപ്പം? 18 km/h എന്ന് വരും അവരുടെ എന്താ റിലേറ്റീവ് സ്പീഡ്. ഇനി മീറ്റർ പെർ സെക്കൻഡിലേക്ക് അങ്ങനെ എന്ത് ചെയ്യണ്ട? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 18 കട്ട് ചെയ്ത് പോയി. 450 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്രയാണ്? 90 കിട്ടും. 90 സെക്കൻഡിനുള്ളിൽ അവർ ക്രോസ് ചെയ്യും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് 1000 കിലോമീറ്റർ എ ട്രെയിൻ സ്ലോസ് ഡൗൺ ഡ്യൂ ടു ദ റിപ്പയർ ഓഫ് ദ ട്രാക്സ്. ഇറ്റ്സ് ആവറേജ് സ്പീഡ് reduced by 75 km/h and the time travels increased by 3 hours. The original duration of the travel is എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ്? മൊത്തം 1000 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. ബൈ ഓപ്ഷൻ ചെയ്യുന്ന ഏറ്റവും എളുപ്പം. അപ്പം 5 തന്നെ എടുത്തു നോക്കാം. ചെയ്യാൻ എളുപ്പം 5ആണ്. അപ്പം 1000/5 ചെയ്യുമ്പോൾ 200 വരും. ഇത് 200 km/h. അപ്പം ഇതെന്താ? ഇത് ഡിസ്റ്റൻസ്, ഇത് ടൈം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? 75 km/h സ്പീഡ് കുറയുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 200 - 75 ചെയ്യുമ്പോൾ എത്രയാണ്? 125 km ആവും.
ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. 1000 കിലോമീറ്റർ 125 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ 3 മണിക്കൂർ കൂടുതൽ എടുക്കുമെന്ന്, അതായത് 5 മണിക്കൂറിനേക്കാളും 3 മണിക്കൂർ കൂടുതൽ എടുക്കുമെന്ന്. അപ്പോൾ 1000 / 125 എത്രയാണ്? നമുക്ക് എത്ര 8 കിട്ടും. ഇതെന്താണ് 5നേക്കാൾ 3 കൂടുതലാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ആൻസർ എത്ര 5 തന്നെ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇക്വേഷനൊക്കെ ഫോം ചെയ്ത് ചെയ്യുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും, അത് സോൾവ് ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ 5 തന്നെ ആദ്യം എടുക്കാൻ കാരണം എന്താ, ഇപ്പോൾ 1000 / 6 ചെയ്യുവാണെങ്കിൽ എന്താ അത് പെർഫെക്റ്റ്ലി ഡിവിസിബിളായി പോകത്തില്ല. ഓപ്ഷൻ എടുത്ത് ചെയ്യാൻ നോക്കുവാണെങ്കിൽ പോലും നമ്മൾ എന്താ 5 ആദ്യം എടുക്കുകയുള്ളൂ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന സംഭവങ്ങൾ ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനൊരു എളുപ്പമുണ്ട്, കാരണം ഈ 7 sin² ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 sin² + 3 sin² എന്ന് എഴുതുക. അതായത് 7 sin² എങ്ങനെ എഴുതുന്നത് ഞാൻ 4 sin² + 3 sin² എന്ന് എഴുതുക. ബാക്കി ഫില്ല് ചെയ്യുമ്പോൾ എത്രയാണ് +3 cos² = എന്താണ് 4 എന്ന് വരും. ഇനി ഇവിടെ എന്താ ഈ 3 ഞാൻ പുറത്തെടുക്കുക. 3 പുറത്തെടുക്കുമ്പോൾ എത്രയാണ് 4 sin² + 3 × sin² + cos² എന്ന് പറയുന്നത് എത്രയാണ് 4 വരും. ഇവിടെ sin² + cos² എന്താ 1 ആവും. അതായത് 4 sin² + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 ആവും. ഇനി ഈ 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ എത്രയാണ് 4 - 3 ആവും. അത്ര 1 വരും. അതായത് 4 sin² = 1 വരും. അപ്പം sin² എന്ന് പറയുന്നത് 1/4 വരും. sin എന്ന് പറയുന്നത് എത്രയാണ് √1/4, അതായത് 1/2 വരും. ഈ സൈനയുടെ ഏത് വാല്യൂ ആണ് 1/2 വരുന്നത്, അതായത് sin 30 ചെയ്യുമ്പോഴാണ് 1/2 വരുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ cot 30 ചോദിച്ചിരിക്കുന്നത്. അപ്പം cot 30യുടെ വാല്യൂ എത്രയാണ് വരുന്നത്, cot 30യുടെ വാല്യൂ എത്രയാണ് √3 വരും. ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ CK - tan വാല്യൂ ആണ് തന്നേക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ CKയുടെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ CK - tan ആണ് തന്നേക്കുന്നത്. എത്രയാണ് P. ഇനി CK + tan എത്രയാണ് 1/P വരും. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ CKയുടെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ A + B തന്നിട്ടുണ്ട്, A - B തന്നിട്ടുണ്ടെങ്കിൽ എയുടെ വാല്യൂ കാണാൻ എന്താ ഇത് Kയും ഇത് Xും ആണെന്ന് വെച്ചോ. അപ്പം K + X/2 ചെയ്താൽ മതി. ഇവിടെ സിമിലർ സിറ്റുവേഷനാണ്, CKയുടെ വാല്യൂ കാണേണ്ടത്. ഇവിടെ P + 1/P/2 ചെയ്താൽ മതി. ഇത് എത്രയാണ് P² + 1/P/2 വരും. 2 ഇങ്ങോട്ട് പോയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 ആവും. അപ്പോൾ എത്രയായി P² + 1/2P എന്നായി. ഇതാണ് ആൻസർ, ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അതായത് sin 1 ഡിഗ്രി ഇൻറ്റു ഈ സീക്ക് 89 ഡിഗ്രീനെ എന്താണ് ഞാൻ 1/cos 89 ഡിഗ്രി എന്ന് എഴുതുക. sin 1/cos 89 എന്നുള്ളത് എന്താണ്, അത് 1 ആണ്. അപ്പം ഇവിടെ 2 വരും. അതുപോലെ തന്നെ കോസും കൊസീക്കും എന്താ സീക്കിനെ 1/sin 79 എഴുതുന്നു. അപ്പം അവിടെ എന്താണ് cos 11/sin 79 വരും. അതിൻ്റെ എന്താണ് സം എന്ന് പറയുന്നത് 90 വരും. അപ്പോൾ അവിടെ 3 വരും. ഇതുപോലെ തന്നെയാണ് tan 69, അതായത് tan 69 ഞാൻ എന്താ cot 69 എഴുതുന്നു. tan 21/cot 69 അവരുടെ സം എന്ന് പറയുന്നത് 90 വരും. ഇപ്പോൾ ഇവിടെ 5 വരും. ജസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിടുക. അതെ 5 3 8 2 10 വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ഒരു പുള്ളിക്ക്
3 ഇരുമ്പ് കമ്പികളുണ്ട്, 20 മീറ്ററിൻ്റെ, 30 മീറ്റർ, 40 മീറ്ററിൻ്റെ. ഹി വാണ്ട്സ് ടു കട്ട് ദ പീസ് ഓഫ് ദ സെയിം ലെങ്ത് ഫ്രം ഈച്ച് ഓഫ് ദ 3 bars. വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ദ ടോട്ടൽ പീസസ് ഇഫ് ഹി കട്ട് വിത്തൗട്ട് എനി വേസ്റ്റേജ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് 20 മീറ്റർ, ഇത് 20 മീറ്റർ, ഇത് 30 മീറ്റർ, ഇത് 40 മീറ്റർ. 20, 30, 40. ഹി വാണ്ട് ടു കട്ട് ദ പീസസ് ഓഫ് സെയിം ലെങ്ത് ഫ്രം ഈച്ച് ഓഫ് ദ 3 bars എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം HCF എടുത്താൽ മതി. HCF എടുക്കുമ്പോൾ എത്ര? ഇത് രണ്ടും ഡിഫറൻസ് 10, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 10. അതുകൊണ്ട് ഇതെല്ലാം ഡിവൈഡായി പോകത്തുള്ളൂ. 10 കൊണ്ട് 20 ഡിവൈഡായി പോകും, 10 കൊണ്ട് 30 ഡിവൈഡായി പോകും, 10 കൊണ്ട് 40 ഡിവൈഡായി പോകും. ഇവിടെ ഓപ്ഷനിൽ 10 കിടപ്പുണ്ട്, അത് എഴുതിയുണ്ട്, അത് തെറ്റിപ്പോവും. കാരണം എന്താ? വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ടോട്ടൽ പീസസ് ഇഫ് ഹി കട്ട്സ് വിത്തൗട്ട് എനി വേസ്റ്റേജ് എന്ന് പറഞ്ഞേക്കുന്നത്. 10 മീറ്റർ വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ 20 മീറ്റർ എത്രയാണ്? 2 പീസ് കിട്ടും. 1, 2. ഇനി 30 പീസ് എത്ര കിട്ടും? 1, 2, 3 പീസ് കിട്ടും. 1, 2, 3 പീസ് കിട്ടും. ഇവിടെ അയാൾക്ക് എത്ര പീസ് കിട്ടും? 1, 2, 3, 4 പീസ് കിട്ടും. ഇവിടെ 4 പീസ് കിട്ടി. 4, 3, 7, 7, 2 മൊത്തം 9 പീസ് കിട്ടും. അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഇവിടെ ട്രയാങ്കിളിൻ്റെ ആംഗിൾ പി, ആംഗിൾ ക്യൂ, ആംഗിൾ ആറിൻ്റെ റേഷ്യോ തന്നേക്കുന്നത്. ഷോർട്ടസ്റ്റ് സൈഡും ലോങ്ങസ്റ്റ് സൈഡും ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പം ഇത് ആംഗിൾ പി, ഇത് ആംഗിൾ ക്യൂ, ഇത് ആംഗിൾ ആറ്. ആംഗിൾ പി എത്രയാണ്? 3ഉം ആംഗിൾ ക്യൂ 4ഉം ആംഗിൾ 8, ആംഗിൾ ആറ് എത്രയാണ്? 8 എന്ന് തന്നേക്കുന്നത്. അതായത് ഏറ്റവും വലിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഏറ്റവും നീളമുള്ള സൈഡ് വരുന്നത്. ഇവിടെ ലാർജസ്റ്റ് സൈഡ് വരുന്നത് ഏതാ? അതെന്ന് പറയുന്നത് ആംഗിൾ അല്ല സൈഡ് പി ക്യൂ ആണ്. ഇനി ഷോർട്ടസ്റ്റ് സൈഡ് വരുന്നത് ഏതാ? അത് ക്യൂ ആറും ആണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് സൈഡ് ക്യൂ ആറും ലോങ്ങസ്റ്റ് സൈഡ് പി ക്യൂ ആണ് വരുന്നത്. അത് നമുക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് അറിയാം. കാരണം എന്താ? ഏറ്റവും വലിയ ആംഗിൾ വരുമ്പം എന്താണ് ഇങ്ങനെ ഇത് വിരിഞ്ഞ് നിൽക്കും. അതേസമയം ചെറിയ ആംഗിൾ വരുമ്പോൾ എത്രയേ ഉള്ളൂ? ഇത്രയേ വരുള്ളൂ. അതെന്താ? അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ട്രയാങ്കിൾ എ ബി സി, ആംഗിൾ ബി ആണ് 90 ഡിഗ്രി തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എ ബി സി. ഇവിടെ എന്താ? ആംഗിൾ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45, ഇവിടെ 45 ഡിഗ്രിയാണ്. പിന്നെ എന്താ? ആംഗിൾ അല്ല, പിന്നെ സൈഡ് എ സി എന്ന് പറയുന്നത് 4 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബി സി എത്രയാണെന്ന് ചോദിച്ചത്. അപ്പം ആംഗിൾ എ എത്രയാണ്? അതും 45 തന്നെ വരും. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി. അതായത് എ ബി ഈക്വൽ ടു ബി സി ആയിരിക്കും. ഇത് എ ആണെങ്കിൽ എന്താ? ഇത് എ ആ. അപ്പം എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? അതായത് റൂട്ട് ഓവർ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് 4 എന്ന് വരും. അപ്പം റൂട്ട് മാറ്റാൻ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ എത്രയാണ്? എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 വരും. 2a സ്ക്വയർ എന്ന് പറയുന്നത് 8 വരും. എ സ്ക്വയർ എന്ന് പറയുന്നത് 2a സ്ക്വയർ എന്ന് പറയുന്നത് അല്ല എ സ്ക്വയർ എന്ന് ഒരു മിനിറ്റ് എ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? 8 വരും. എയുടെ വാല്യൂ എത്ര? റൂട്ട് 8 വരും. ഈ റൂട്ട് 8ന് ഞാൻ എന്താ 4 × 2 എന്ന് എഴുതുക. എന്നിട്ട് ഈ 4 പുറത്ത് പറഞ്ഞാൽ എത്രയാണ്? അപ്പം 2 വരും. 2√2 എന്ന് വരും എയുടെ വാല്യൂ. അപ്പം 2√2 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ബോയ്സ് സ്റ്റഡിങ് ഇൻ സ്കൂൾ എ ആൻഡ് സി എന്നാണ് ചോദിച്ചത്. അപ്പം 2000 × 55/100
അപ്പോൾ ഇത് 55 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര 110 1700 വരും. ഇനി 13% എടുക്കുമ്പോൾ എത്ര 2000. അപ്പോൾ ഇതെത്ര 26 ഒരു 260, അതായത് 1100 പ്ലസ് 260/2. ഇവിടെ ഇത് 680 വരും ഇത് ചെയ്താൽ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? ഇൻ ആൻ ഓഫീസ് 75 എംപ്ലോയി ക്യാൻ ഫിനിഷ് എ പ്രോജക്റ്റ് ഇൻ 60 days. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് 15 employees ലെഫ്റ്റ് ദ ജോബ് ആൻഡ് ദ പ്രൊജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ഇൻ 65 days. ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് ഡിഡ് ദ 15 employees ലീവ് എന്ന് ചോദിച്ചു. ഇവിടെ ടോട്ടൽ വർക്ക് എത്ര 75 employees ക്യാൻ ഡു എ വർക്ക് ഇൻ 60 days എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ടോട്ടൽ വർക്ക്. ഇനി എന്താ 15 employees ലെഫ്റ്റ് ദ ജോബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 75 10 പോയാൽ എത്ര 65, 65 10 പോയാൽ 60 വരും. 60 employees 65 ദിവസം കൊണ്ട് തീർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എത്രയാണ് 15x. അപ്പം ഇത് ഡിഫറൻസ് എടുക്കുന്ന ഞാൻ ചെയ്യണ്ടേ 60 കോമൺ പുറത്തെടുത്തു. അപ്പം 75 മൈനസ് 65 വരും. അതായത് 60 ഇൻറ്റു 10 ഈക്വൽ ടു 15x വരും. ഇത് രണ്ടും ഞാൻ 5 കൊണ്ട് വെട്ടി എത്ര ഇവിടെ 3 ഇവിടെ 2 വരും. ഇനി ഇതും കൂടെ ഞാൻ 3 കൊണ്ട് വെട്ടി എത്ര ഇൻറ്റു 20 വരും. അപ്പോൾ എത്ര 20 ഇൻറ്റു 2 എന്ന് പറയുന്നത് 40 days ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 4 40. ഇത് മനസ്സിലാത്തവർക്ക് എന്താണ് ഇക്വേഷനായിട്ടും ചെയ്യാൻ പറ്റും. അതായത് 75 ഇൻറ്റു 60 ഇത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 75 ഇൻറ്റു 60 ഈക്വൽ ടു 75 പേര് എക്സ് നിന്ന് പണിതു. അതിനുശേഷം എന്താ 15 പേര് ലീവ് ചെയ്തു. ബാക്കി എത്ര 60 പേരുണ്ട്. ഇനി 60 പേര് എത്ര ദിവസം വർക്ക് ചെയ്തു? മൊത്തം 60 ദിവസത്തെ പണി ഉണ്ടായിരുന്നു. അതിനകത്ത് എക്സ് ദിവസം 75 പേരിൽ നിന്ന് പണിതു. അപ്പം -x കൊടുത്താൽ മതി. അങ്ങനെയല്ല, എടുത്ത് തെറ്റിപ്പോയി. അതായത് 15 പേര് പോയതിന് ശേഷം എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തത് 65 ദിവസം എടുത്തു. അതിനകത്ത് എക്സ് ദിവസം കഴിഞ്ഞു. അപ്പോൾ എന്താ 65 - x എന്ന് എടുത്താണ്. ഒന്നുമില്ലെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓപ്ഷനിൽ നിന്ന് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. ഇവിടെ എത്രയാണ് 4500 വരും. ഈക്വൽ ടു 75 ഇൻറ്റു 40. 75 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്രയാണ് 400 വരും. അല്ല 75 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്രയാണ് അത് 300 വരും. ഒരു 0 ഇട്ട് കൊടുത്തില്ല 3000 വരും. ഇനി 60 ഇൻറ്റു 65 മൈനസ് 40 എത്രയാണ് 60 ഇൻറ്റു 25 വരും 1500 വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് 4500 വരും. അല്ലെങ്കിൽ എന്താ സോൾവ് ഫോർ എക്സ് ചെയ്യണം. ഈ ഒരു ഇക്വേഷൻ എടുത്തിട്ട് സോൾവ് ഫോർ എക്സ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ രമേശ് ബോറോഡ് 15000 അറ്റ് എ സർട്ടൺ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫ്രം എ ബാങ്ക്. ഹി റീപെയ്ഡ് ദ പ്രിൻസിപ്പൽ ബട്ട് നോട്ട് ഇൻട്രസ്റ്റ് ആണ് തിരിച്ചടച്ചത്. 6000 ആഫ്റ്റർ 5 years ആൻഡ് ആഫ്റ്റർ 5 years ഹി റീപെയ്ഡ് 18600 ആൻഡ് സെറ്റിൽ ഹിസ് അക്കൗണ്ട്. ഫൈൻഡ് ദ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അപ്പം മൊത്തം ആദ്യം എടുത്ത പ്രിൻസിപ്പൾ എത്രയാണ് അത് 15000 രൂപയാണ്. ഇനി പുള്ളി എന്താ രണ്ടായിട്ട് അടച്ചത്. ആദ്യം എന്താ തിരിച്ചടച്ച കാര്യം വരെ ആദ്യം 6000 രൂപ അടച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 18600 രൂപ അടച്ചു. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയാണ് 18000 6000 കൂടെ കൂട്ടുമ്പോൾ 24000 വരും. 24600 വരും. ഇതാണ് ഇയാൾ മൊത്തം തിരിച്ചടച്ച പൈസ. ഇവിടെ 15000 എടുത്തിട്ട് 24600 തിരിച്ചടച്ച എത്രയാണ് മൊത്തം പലിശ? ഇതിനകത്ത് മൈനസ് ചെയ്താൽ മതി. അതായത് 15000 മൈനസ് 24500 24600 15000 അങ്ങ് മൈനസ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ എത്ര 9600 കിട്ടും. അപ്പം ഇതാണ് ഇയാൾ മൊത്തം കൊടുക്കുന്ന പലിശ. ഇനി ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടാം. ആദ്യം 15000 രൂപയ്ക്ക് 5 വർഷത്തേക്ക്
നമുക്ക് ഇൻട്രസ്റ്റിനെ 6 എടുക്കാം. 6/100 ആണ്. അപ്പോൾ ഇതും വെട്ടിപ്പോയി. 15 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 75 വരും. അപ്പം ഇവിടെ എന്താ 750 6 വരും. 750 6 പ്ലസ് ഇനി രണ്ടാമത്തെ ഇത് കണക്ക് കൂട്ടുമ്പോൾ എങ്ങനെയാണ്? 6000 രൂപ തിരിച്ചടച്ചെന്നാണ് പറഞ്ഞത്. 6000 രൂപ എന്തിലേക്കാണ് തിരിച്ചടച്ചത്? അത് പ്രിൻസിപ്പളിലേക്കാണ് തിരിച്ചടച്ചത്. അപ്പോൾ 15,000 നിന്ന് 6000 കുറച്ച് എത്രയാണ്? 9000. 9000-ലാണ് എത്ര? 5 വർഷത്തേക്ക് 6 എന്ന് പറഞ്ഞാൽ ഈ 6 അല്ല കേട്ടോ, ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ 6/100 പലിശ വരുന്നത്. അപ്പോൾ ഇതും വെട്ടിപ്പോയി. 9×5 45. അപ്പോൾ 450 6 വരും. ഇത് ഈക്വൽ ടു മൊത്തം പലിശ എനിക്ക് കിട്ടിയത് എത്രയാണ്? 9600. 9600 എഴുതിക്കും. ഈ 750 450 കൂടെ കൂട്ടി എത്രയാണ്? അത് 1206 ആണ്. 1206 എന്ന് പറഞ്ഞാൽ 9600 എന്ന് വരും. അപ്പോൾ 6 എത്രയാണ്? 9600 / 1200 വെട്ടിപ്പോയി. 106 / 12 ഇത് എത്രയാണ്? 8% കിട്ടും. ഇതാണ് ആൻസർ. ഓപ്ഷൻ 3. അങ്ങനെയാണെങ്കിൽ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ 2 ട്രയാങ്കിളുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് ABC and PQR be 2 congruent triangles such that angle A and A equal to angle P which is 90 degree എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ രണ്ടും റൈറ്റ് ട്രയാങ്കിളാണ്. A B C അതുപോലെ P Q R. ആംഗിൾ എ ആംഗിൾ പി 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ബി സി എത്രയാണ്? ബി സി എന്ന് പറഞ്ഞാൽ 17. പി ആർ എന്ന് പറയുന്ന ഹൈറ്റ് ഇത് 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ബിയുടെ ലെങ്ത്താണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ ഈ ട്രയാങ്കിൾ ഒരാംഗിൾ എന്താണ്? രണ്ട് ട്രയാങ്കിളിലെ ഓരോ ആംഗിൾ 90 ഡിഗ്രി എന്നുണ്ട്. അപ്പോൾ എന്താണ്? RHS റൂൾ വെച്ചാണ് ഇത് കോൺഗ്രുവൻ്റ് ആവുന്നത്. കോൺഗ്രുവൻ്റ് ആയ എന്താ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇവിടെ എന്താ? 2 സൈഡ് തന്നിട്ടുണ്ട്. 8 തന്നിട്ടുണ്ട്, 17 തന്നിട്ടുണ്ട്. അപ്പോൾ ട്രിപ്ലെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എന്താ വേണ്ടത്? 15 വേണ്ടത്. 8 15 17 ട്രിപ്ലെറ്റാണ്. അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 15 കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 6700 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, EC, സിവിൽ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം കമ്പ്യൂട്ടർ സയൻസ് 22 നമുക്ക് കണ്ടുപിടിക്കേണ്ട 22%, EC 10%. ഇത് കണ്ടുപിടിക്കണം. പിന്നെന്താണ്? സിവിൽ കണ്ടുപിടിക്കണം. 8% കണ്ടുപിടിക്കണം. 10% കണ്ടുപിടിക്കാൻ എളുപ്പം. അത്ര 6700 10% എടുത്ത് എത്ര? 670 വരും. 8% എടുക്കാൻ എന്താ എളുപ്പം തന്നെയാണ്. 10% 670 എന്നറിയാം. 670 167 കുറച്ച് എടുത്തത് 603 വരും. 603 167 കൂടെ കുറച്ചാൽ മതി. എത്രയാണ്? 536 വരും. ഇതാണ് 8%. അതായത് 10%-ൻ്റെ വാല്യൂ എത്രയാണ്? 670. 1%-ൻ്റെ വാല്യൂ എത്രയാണ്? 67. ഈ 10%-ൽ നിന്ന് 2 തവണ 67 കുറച്ചാൽ മതി. ഇത്ര 8% കിട്ടും. ഇവിടെ 670 536 കൂടെ കൂട്ടണം. ഇനി ഒരു 22% എടുക്കണം. അതെങ്ങനെ എടുക്കും? 67 × 22/100 ചെയ്യണം. ഇവിടെ 67 × 22 ഇത് എത്രയാണ്? 7 2 14 6 2 12 12 14 കൂടെ കൂട്ടി എത്രയാണ്? 26 വരും. 26 1 27 2 റിമൈൻഡർ 6 2 12 2 14 വരും. 1474 വരും. 1474 വരും. ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്താൽ മതി. 6 4 10. ഇപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ആണ്, എല്ലാം 10 അല്ലേ. അപ്പം 7 വരും. 14 14 1 15 5 3 18 8 വരും. റിമൈൻഡർ 1 6 4 10 10 1 11 11 1 12 12 അല്ല 6 4 10 15 16 വരും. 6
2680 വരും. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം LCM ഉം HCF തന്നിട്ടുണ്ട്. എത്രയാണ്? 1105ഉം 5ഉം. ഒരു കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. ഇഫ് ദ LCM ഈസ് 17 ടൈംസ് ദ ഫസ്റ്റ് നമ്പർ ദെൻ ഫൈൻഡ് ദ 2 നമ്പേഴ്സിനാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ എന്താണ്? LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് എന്താ? പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സാണ്. LCM തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്. LCM എത്രയാണ്? 1105 ഇൻറ്റു 5 HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ എന്ന് എടുത്താൽ മതി. ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ. ഇതെന്താ? LCM ഈസ് 17 ടൈംസ് ദ ഫസ്റ്റ് നമ്പർ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 17 ഇൻറ്റു ഫസ്റ്റ് നമ്പർ എന്ന് എഴുതാം. ഈക്വൽ ടു 5 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഇനി സെക്കൻഡ് നമ്പർ കാണാൻ ഫസ്റ്റ് നമ്പറും വെട്ടിപ്പോയി. അപ്പം 17 ഇൻറ്റു 5 ചെയ്താൽ എന്താ? സെക്കൻഡ് നമ്പർ കിട്ടും. 17 ഇൻറ്റു 5 ചെയ്യുമ്പം 85 എന്ന് വരും. ഇതാണ് സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ കാണാൻ എന്ത് ചെയ്യണ്ടേ? 1105 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 85 ചെയ്താൽ മതി. ഇത് വെട്ടിപ്പോയി. 17 വന്നു. ഇത് ഡിവൈഡ് ബൈ 17 എത്ര? 65 വരും. അപ്പോൾ ഇതാണ് 2 നമ്പർ, 85ഉം 65ഉം. ഓപ്ഷൻ എ. ഞാൻ ഇപ്പം ഇത് ഉപയോഗിച്ച് എന്താ, ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് ഇതിനകത്ത് നമുക്ക് ഈ സെക്കൻഡ് നമ്പറിൻ്റെ അവിടെ എന്താ 85 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ 2 പെൺപിള്ളേരാ, അക്ഷിത റാണേ. അവർക്കൊരു ബുക്ക് ടൈപ്പ് ചെയ്യണം. പക്ഷേ എന്താണ്, ഒറ്റ ലാപ്ടോപ്പേ ഉള്ളൂ ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ അവരെന്താ അത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ടൈപ്പ് ചെയ്യാൻ വരാൻ തീരുമാനിച്ചു. ആദ്യത്തെ ദിവസം തുടങ്ങിയിരിക്കുന്ന ആരാ? ഫസ്റ്റ് ഡേ അക്ഷിത വരും, രണ്ടാമത്തെ ഡേ റാണ വരും, മൂന്നാമത്തെ ഡേ പിന്നെ എന്താണ് അക്ഷിത തന്നെ വരും. അക്ഷിത എലോൺ ക്യാൻ ഫിനിഷ് വർക്ക് ഇൻ 16 days. പക്ഷേ എന്താ റാണ എത്രയാണ്? 24 ദിവസം കൊണ്ട് ആ ജോലി ഒറ്റയ്ക്ക് തീർക്കത്തുള്ളൂ. അങ്ങനെയാണ് ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടേക്ക് ഫിനിഷ് ദ ടൈപ്പിംഗ് വർക്ക് ഇഫ് ദേ വർക്ക് ഓൺ ദ ആൾട്ടർനേറ്റ് ബേസിസ് എന്നാണ് ചോദിച്ചത്. ഇവിടെ അക്ഷിത എത്ര ദിവസം കൊണ്ട് തീർക്കും ജോലി? 16 ദിവസം കൊണ്ട് തീർക്കും ഒറ്റയ്ക്ക്. റാണയോ അത് 24 ദിവസം കൊണ്ട് തീർക്കും. ഇവിടെ LCM എത്രയാണ്? 48. 24ൻ്റെ ഇരട്ടി 16ൻ്റെ 3 ഇരട്ടിയാണ്. അപ്പം ഇവരുടെ എഫിഷ്യൻസി എത്രയാണ്? 3 2 ഇവരുടെ എഫിഷ്യൻസി. ഈ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഇവർ വരാൻ തീരുമാനിച്ചേക്കുന്നത്. ഫസ്റ്റ് ഡേ അക്ഷിത, സെക്കൻഡ് ഡേ റാണ. അപ്പം ഫസ്റ്റ് ഡേയിൽ എത്ര പണി തീരും? 3 ദിവസത്തെ ജോലി തീരും. രണ്ടാമത്തെ ദിവസം 2 ദിവസത്തെ പണി തീരും. ഒരു സെറ്റിൽ എത്രയാണ്? ഒരു സെറ്റിൽ 5 ദിവസത്തെ പണി മൊത്തത്തിൽ തീരും. അങ്ങനെയാണ് 48 ജോലിയുണ്ട് മൊത്തം തീർക്കാൻ. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ദിവസമാണ്. ആ ഒരു സെറ്റിൽ 5 ജോലിയുണ്ട്. അപ്പോൾ 48/5 ചെയ്താൽ എത്രയാണ്? 9 സെറ്റും പിന്നെ എത്രയാണ്? ഒരു 3/5 സെറ്റും വരും. ദിവസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇൻറ്റു 2 ചെയ്താൽ മതി. ഇവിടെ 9 ഇൻറ്റു 2 ചെയ്യുമ്പോൾ തന്നെ 18 വരും. 18 കഴിഞ്ഞ് പിന്നെ ഉണ്ട്. ഇവിടെ 18 മുകളിൽ ഓരോ ഓപ്ഷനേ ഉള്ളൂ. അതേതാ? 19ആണ്. ബാക്കിയെല്ലാം 18 താഴെ. 18ന് മുകളിൽ എന്തായാലും വരുള്ളൂ നമുക്കറിയാമല്ലോ. അപ്പോൾ 18 ഈസി ആയിട്ട് വെട്ടിക്കളയാം. 19ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 47ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എ ട്രെയിൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 540 കിലോമീറ്റർ ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ് ഇൻ 240 minutes. ഇഫ് ഇറ്റ് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 90 km/h to another station in 5 hours, what is the average speed of the train in kilometer എന്ന് ചോദിച്ചേക്കും. ഇവിടെ 2 സ്റ്റേഷൻ തമ്മിലുള്ള ദൂരം എത്രയാണ്? 540 കിലോമീറ്ററാണ്. അങ്ങനെയല്ല, മൊത്തം ദൂരം 540 കിലോമീറ്ററാണ്. 540 കിലോമീറ്റർ കവർ ചെയ്യുന്ന സമയമാണ് നമുക്ക് തന്നിരിക്കുന്നത് 240 മിനിറ്റ് എന്ന്. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇൻ കിലോമീറ്റർ? എടുത്ത് തെറ്റിപ്പോയോ? ഈ സ്പീഡും സമയം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 90 km/h സഞ്ചരിക്കാൻ എത്രയാണ്? 5 മണിക്കൂർ എടുക്കും. ഇതങ്ങനെയല്ല കേട്ടോ.
ഇതെന്ന് പറഞ്ഞാൽ 540 കിലോമീറ്റർ ഈ ദൂരമാണ്. ഇനി ഇത് മൊത്തം സഞ്ചരിച്ചതിൻ്റെ ആവറേജ് സ്പീഡാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 540 കിലോമീറ്റർ പോകാനാണ് എത്ര മിനിറ്റ് എടുത്തത്? 240 മിനിറ്റ് എടുത്തത്. അപ്പോൾ ഇവിടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ചെയ്താൽ മതി. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 540 കിലോമീറ്ററാണ്. പിന്നത്തേത് 90 കിലോമീറ്റർ പെർ അവർ ആട്ടോ. 90 കിലോമീറ്റർ പെർ അവറിൽ 5 മണിക്കൂർ ഓടിയെന്ന് പറഞ്ഞത്. അപ്പോൾ എത്രയാണ്? 9×5 = 45. 450 കിലോമീറ്റർ അവിടെ വരും. ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എത്രയാണ്? രണ്ടാമത്തെ ടൈം ടേക്കൺ ഇവിടെ തന്നിട്ടുണ്ട് 5 മണിക്കൂറാണ്. ആദ്യത്തേത് തന്നിട്ടുണ്ടാകും, പക്ഷേ അത് 240 മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. 240 മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചെയ്യേണ്ടത് 240 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 5 ചെയ്താൽ മതി. അപ്പം 6 4 സാറാണ് 24. അപ്പം 4 മണിക്കൂറിന് കിട്ടി. പോയിട്ട് 4 മണിക്കൂറാവും. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്ര? 540 450 കൂടെ കൂട്ടിയാൽ 550 450 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 1000 കിട്ടിയതിനായിരുന്നു. പക്ഷേ എന്താണ്, ഒരു 10 കൂടെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ 990 വരും. ഡിവൈഡഡ് ബൈ 9 എത്രയാണ്? 9 ഇതൊന്ന് ചെയ്യുമ്പോഴാണ് 99 വരും. ഒരു 0 കൂടി ഇട്ട് കൊടുത്തോളൂ. 110 ആൻസർ കിട്ടും. ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൈറ്റ് ഓഫ് ദ 2 കോൺസ് എന്ന് പറയുന്നത് റേഷ്യോ വന്നിരിക്കുന്നത് 7:5 ആണ്. അതുപോലെ അവരുടെ ഡയമീറ്റേഴ്സിൻ്റെ റേഷ്യോ വന്നിരിക്കുന്നത് എത്ര? 10:21. അങ്ങനെയാണ് റേഷ്യോ ഓഫ് ദെയർ വോളിയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോണിൻ്റെ വോളിയം എത്രയാണ്? 1/3 πr² h ആണ്. നമുക്ക് ആദ്യം R1 എന്നും H1 എന്നും കൊടുക്കാം. 10 ഡിവൈഡ് ബൈ 1/3 πr² R2 എന്നും H2 എന്നും കൊടുക്കാം. ഇവിടെ 1/3 പൈയും 1/3 പൈയും കട്ട് ചെയ്ത് പോയി. ബാക്കി എത്രയുള്ള R1² H1/R2² H2 എന്ന് വരും. ഇവിടെ ഹൈറ്റിൻ്റെ റേഷ്യോ എത്രയാണ് തന്നേക്കുന്നത്? ഹൈറ്റിൻ്റെ റേഷ്യോ 7:5 ആണ്. H1 7 കൊടുക്കുക, H2 5 എന്ന് കൊടുക്കുക. ഇവിടെ R1² എത്ര വരുന്നത്? R1² എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന ഡയമീറ്ററാണ് തന്നേക്കുന്നത്. ഇത് R1 ഇത് R2 ആയിട്ട് എടുത്താൽ മതി. പക്ഷേ അത് ഡയമീറ്റർ അതിൻ്റെ പകുതി എടുക്കണം. അപ്പം 10 ആണ്. അപ്പം അതിൻ്റെ പകുതി എടുത്താൽ മതി. 5² വരും. ഡിവൈഡഡ് ബൈ 21ൻ്റെ പകുതി എത്രയാണ്? 21/2 തന്നെ കിട്ടാൻ മതി. അപ്പം അതിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പം അത് 25 × 7/21 × 21/4 × 5 വരും. ഈ ഇവിടെ × 1/4 അത് മുകളിൽ പോയിട്ട് ഇത് ഡിവൈഡ് ബൈ 1/4 ഇത് റെസിപ്രോക്കലായിട്ട് പോകുമ്പോൾ × 4 വരും. അപ്പോൾ താഴത്തെ 4 അങ്ങ് കളഞ്ഞേക്കുക. ഇനി വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കളയാം. ഈ 7 21 കൂടെ വെട്ടിക്കളയാൻ പറ്റും. 3 വെട്ടിക്കളയാൻ പറ്റും. ഇനി 5 കൂടെ വെട്ടിക്കളയുമ്പോൾ 5 വരും. മുകളിൽ എത്ര? 20 വരും. താഴെ 21 × 3 ചെയ്യുമ്പോൾ എത്ര? 63 എന്ന് വരും. ഇതാണ് കറക്റ്റ് ആൻസർ. 20:65. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സിംഗിൾ ഡിസ്കൗണ്ട് ഓഫ് 35% ഓൺ 700 ആൻഡ് 2 സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 18% 12% ഓൺ ദ സെയിം അക്കൗണ്ട് എന്ന് ചോദിച്ചേക്കുന്നത്. സിംഗിൾ ഡിസ്കൗണ്ട് എത്രയാണ്? സിംഗിൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 35%. ഇനി 2 സക്സസീവ് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ എത്രയാണ്? അതെന്ന് പറയുമ്പം സക്സസീവ് ആയിട്ട് ചെയ്യണം. അതായത് 18 + 12 - 18 × 12/100 ചെയ്യണം. അതെത്രയാണ്? ഇത് 30 - 18 × 12 ചെയ്താൽ എത്രയാണ്? 18 × 12 ചെയ്താൽ 16 വരും. 8 2 10 11 വരും. 1 1 1 1 അതിൻ്റെ കൂടെ മുകളിലത്തെ റിമൈൻഡർ കൂടെ ആഡ് ചെയ്ത് 216 വരും. അപ്പോൾ 2.16 എന്ന് കുറച്ചാൽ മതി. അപ്പം 30 ൽ 2 പോയാൽ 28, 28 ൽ 0.16 പോയാൽ എത്രയാണ്? 27.84 വരും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് 30 ൽ എത്താൻ വേണ്ടി എത്രയാണ്? നമ്മൾ 2.16 കുറച്ചത്. അപ്പോൾ ആ 2.16ൻ്റെ കൂടെ എത്ര? 5 കൂടെ കൂട്ടിയാൽ മതി. അപ്പം
7.16 ആണ് അത് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഈ 700-ൻ്റെ 7.16 അങ്ങ് എടുത്താൽ മതി. 7 × 7.16 ചെയ്താൽ എത്രയാണ്? 7 7 49. 49-ൻ്റെ കൂടെ 7 × 0.16 കിട്ടണം. ഇവിടെ 7 × 0.10 ചെയ്താൽ എത്രയാണ്? അത് 0.7 ആണ്. അപ്പം ഇത് 7 × 0.10 7 × 0.10 ആയിരുന്നെങ്കിൽ എത്ര? ഇവിടെ ഒരു 0.7 കൂടെ കൂടിയാണ്. അപ്പം നമുക്ക് മനസ്സിലായി 49.7-ൻ്റെ മുകളിലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഏതാ? അങ്ങനെയല്ല ഓപ്ഷൻ കിടക്കുന്നത്. ഇത് വെട്ടി കളയാൻ പറ്റും. അതുകൊണ്ട് കാര്യമില്ല. ഞാനെന്താ 7 × 0.16 തീരുമാനിച്ചു. 60 × 7 ചെയ്താൽ 6 7 42 4 7 1 7 11 വരും. അപ്പം എത്ര? 1.12 ആണ് കൂടുന്നത്. 49-ൻ്റെ കൂടെ 1.12 കൂടി എത്ര? 50.12 കിട്ടും. അതാണ് ആൻസർ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 100% വാല്യൂ 1200 തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബനാനയുടെ എത്ര? ബനാന പറഞ്ഞാൽ നീല 30% എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. 100%ആണ് 1200. 1% വാല്യൂ 12. അങ്ങനെയാണെങ്കിൽ 30% വാല്യൂ എത്രയാണ്? 30 × 12 160 കിട്ടും. അതാണ് ആൻസർ. അപ്പം ഫുള്ള് തീർത്ത് മാത്സിൻ്റെ 50 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്.